സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ബാഹ്യലോകത്തേക്ക് കരഞ്ഞു വീണുകൊണ്ട് അവർ ആദ്യം തേടുന്നത് ഒരു ചുടുമാറിന്റെ സാന്ത്വനമാണ്. എന്നാൽ ചിലർക്ക് അത് നിഷേധിച്ചുകൊണ്ട് സമൂഹം അവരെ വിളിച്ചു അനാഥർ. എവിടെ പോയി കിടക്കാണോ? വിശന്നിട്ട് കണ്ണോണം വയ്യ. അവന് പറഞ്ഞു വിടേണ്ട സമയം stages of his overs on this occasion. ലോക്കൽ പോലീസ് നീ കൊടുത്ത മൊഴി പ്രകാരം നീ അവിടെ എത്തുമ്പോൾ 2 പേർ മരിച്ചു കിടക്കുന്നു. സത്യത്തിൽ നീ എന്താ കണ്ടത്? സാറേ, കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. കൊല്ലിക്കാൻ പറ്റുമോ നിനക്ക്? എടാ, നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. നീ ഒരു കാര്യം പറ. പോലീസിനോട് പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയി അത് നീ ഞങ്ങളോട് പറ. ഷെറഫ്, ഐ നോ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. ഷെറഫിന് ഇയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടായിരുന്നു? ഇല്ല സാർ. പോകുന്ന വഴിക്കോ? ഇല്ല സാർ, കണ്ടില്ല. നീ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ഓർത്തു നോക്കി. അന്നവിടെ
നോട്ടമുണ്ട് സാറേ. അയാളെ മുമ്പ് നീ കണ്ടിട്ടുണ്ടോ? കൂട്ടി ഇടിച്ചപ്പോൾ ഒന്ന് കണ്ടതാണ്. മുടി കെട്ടി ഒരുത്തൻ. നിനക്കിനി അയാളെ കണ്ട തിരിച്ചറിയാൻ കഴിയൂ? ഒന്ന് ഓർത്തെടുത്താൽ മതി. നമുക്ക് ഈ ഓട്ടം നിർത്തണ്ടേ ചാക്കോ? മനു എത്ര നാളായി വക്കീലിൻ്റെ കൂടെ ഉണ്ട്? ഇപ്പോൾ 8 മാസമായി സാറേ. ഈ വക്കീലൊരു അഹങ്കാരിയായിരുന്നല്ലേ? മനുവിനോട് എങ്ങനെയായിരുന്നു? വേറൊരു ഗതിയില്ലാത്തതാണ് സാറേ ഇത്രയും നാളെ ഞാൻ പിടിച്ചിരുന്നത്. ചില നേരത്തെ അവരെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തന്നെ അവരെ കൊല്ലണം തോന്നിയിട്ടുണ്ട്. മേരി മേഡം ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടാരും അവരെ പ്രേമിച്ച് പറ്റിച്ചതിൻ്റെ കലയാണ് അവർ ആണുങ്ങളോട് തീർക്കണതെന്ന്. മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ആരുടെയൊക്കെ അവർ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ആ മേരി മേഡത്തിനോട് മാത്രമാണ് എന്തെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞടിച്ചിട്ടുള്ളത്. എല്ലാവരോടും കലിയ അവർക്ക്. നികിത മരിക്കുന്ന തലേന്ന് എന്താണ് ഉണ്ടായത്? എവിടെ പോയിട്ട് വളരെ താമസിച്ചാണ് വന്നത്. വന്ന ഉടനെ ഇല്ലടാ ഞാൻ വിളിക്കാം. മനു, എത്ര നേരം നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു? ഇവിടെ ഫോണും കുത്തി കളിച്ചോണ്ടിരിക്കുകയാണല്ലേ? നീ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വാടാ. ഓ മേഡം. അയാളുടെ മുഖം കണ്ടാൽ മനുവിന് തിരിച്ചറിയാൻ സാധിക്കുമോ? മുഖം കാണാൻ കഴിഞ്ഞില്ല സാറേ. അവൻ ബൈക്കെടുത്ത് പോയപ്പോൾ പുറകെ മുടി കെട്ടി വെച്ചതിനെ കണ്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മുടി കെട്ടി ഒരുത്തൻ. തന്നെ സാറേ, അത് അവൻ തന്നെ. നീ ശരിക്കും കണ്ടോ? സാറേ ഞാൻ ശരിക്കും കണ്ടതാ. നമ്മൾ തിരിയും വരെ നമ്മളെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉറപ്പാണോ? എനിക്കിപ്പോൾ ആ മുഖം നന്നായിട്ട് ഓർമ്മയുണ്ട്. ശരി, ഇതൊന്നും ചെന്ന് ഇനി നമ്പ്യാർ സാറിനോട് വിളമ്പാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഞാൻ ഒന്നും പറയില്ല സാറേ. എന്നെ എങ്ങനെ ഇരുന്ന് ഊരി തന്നാൽ മതി. ശരി, തൽക്കാലം അത് വിട്ടേക്ക്. സാറിവിടെ ഇല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ വിളിച്ചിരുന്നല്ലേ. ഇനി പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയോ? എന്നാൽ നമുക്ക് പോവാം സാറേ. അവനെ കൊണ്ട് വലിയ കഷ്ടമായില്ല. നിനക്ക് കിട്ടിയൊന്നും പോരാടാ. സാറില്ലെങ്കിൽ ആകെ മെനക്കേടാവുമല്ലോ. എന്തായാലും കൂട്ടിയിട്ടില്ല. ഷറഫോട് നിന്നാൽ മതി. ഇപ്പോൾ എത്തിയുള്ളൂ. ബാ ശങ്കർ, ഇരിക്ക്. കുടിക്കാനെന്താ? ഒന്നും വേണ്ട സാർ. എന്താ കാര്യം? ഫോണിൽ കൂടെ ഒന്നും നേരെ പറഞ്ഞില്ലല്ലോ. അത് സാർ, ഇത് ഹീസ് എബി, ആൻ എമർജിങ് ഇൻവെസ്റ്റിഗേറ്റർ. ലണ്ടനിലായിരുന്നു, ഇപ്പോൾ എന്നോടൊപ്പം ക്രിമിനോളജിയിൽ PhD എടുത്തതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇയാൾ വന്ന കാര്യം പറ. സാർ, വക്കീൽ ഏറ്റക്കൊലക്കേസിനെ കുറിച്ച് അറിഞ്ഞു കാണും. അതിന് ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്?
സർ. ഷറഫെ, അവനെയും കൊണ്ടുവാ. ഓക്കെ സർ. എന്നടാ പറഞ്ഞേക്ക് ഓർമ്മ ഉണ്ടല്ലോ. നടക്ക്. ഇപ്പോൾ തന്നെ 4 മാസം കഴിഞ്ഞു സാർ. മുകളിൽ നിന്ന് നല്ല പ്രഷറുമുണ്ട്. മീറ്റ് മിസ്റ്റർ ഷറഫ്. ഹീസ് അസിസ്റ്റിംഗ് ഇൻ ദിസ് കേസ്. ഷറഫ് ഇരിക്കും. പ്രതിയാണെന്ന് അറിയുന്നതിന് മുമ്പ് വിലങ്ങിടാൻ തുടങ്ങി. ഇവൻ അല്പം ചാട്ടം കൊടുക്കണം സാർ. ആണോടാ? 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഞാൻ ഇനി എങ്ങനെ സഹായിക്കാനാ? ഈ ഒരു അവസ്ഥയിൽ സാറിനെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. CCTV ഫുട്ടേജും മറ്റ് തെളിവുകളും എല്ലാം അവനെതിരാണ്. പക്ഷെ 1-2 ലിങ്കുകൾ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഇവനാണെങ്കിൽ കുറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ചാനലുകാർ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഷറഫ് എന്താ ആലോചിക്കുന്നത്? പറഞ്ഞോളൂ. എന്നെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് സാർ. ഈ ശരീരം വെച്ചുകൊണ്ട് അല്ലറ ചില്ലറ മോഷണം നടത്തുമെന്നല്ലാതെ ഇവനെക്കാളും ആരോഗ്യമുള്ള 2 സ്ത്രീകളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യവും മനസ്സുമൊക്കെ ഇവനുണ്ടാകുമോ സാറേ? ഇവൻ്റെ പോലീസ് റെക്കോർഡ്സിലൊന്നും അങ്ങനെയല്ല കാര്യങ്ങൾ. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ആ ഡീറ്റെയിൽസൊക്കെ ശങ്കർ നാളെ ഒന്ന് കൊടുത്തു വിട്. ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. ഓക്കെ സർ. നീ തന്നെ ആണോടാ തട്ടിയത്? ഞാനല്ല സാറേ ഇത് ചെയ്തത്. ഞാൻ ഇവിടെ കയറിയപ്പോൾ രണ്ടുപേരും ചത്ത് കിടക്കുന്നത് കണ്ടു. നിങ്ങളിപ്പോൾ പൊയ്ക്കോ. ഓക്കെ സർ. സാർ. ഇത് നമ്പ്യാർക്ക് അയച്ചു കൊടുക്കാനുള്ള സമയമായെന്ന് തോന്നുന്നല്ലേ? അതെ, അദ്ദേഹത്തിന് മാത്രം. ബട്ട് ഇറ്റ് ഷുഡ് ബി ഹൈലി കോൺഫിഡൻഷ്യൽ. ഇപ്പോൾ ഈ കാര്യം പബ്ലിക്കായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആകും. എനിവേ, ഷറഫ് സെൻഡ് ടു നമ്പ്യാർ. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നോക്കട്ടെ. സാർ, ഈ അടുത്ത ദിവസങ്ങൾ വരെ ഇയാൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ആൾ മിസ്സിംഗ് ആണ്. ഇനി നമ്മളുടെ ഫൈൻഡിങ്സിനെ കുറിച്ച് എന്തെങ്കിലും അയാൾ മനസ്സിലായി കാണും. എന്തായാലും അയാളെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തേക്ക്. സാർ, നമ്പ്യാർ സാറാണ്. നമ്പ്യാർ സാർ. എടുക്ക് സാർ. ഓക്കെ സാർ, വൈകിട്ട് എത്തിക്കോളാം. സാർ, വൈകുന്നേരം നേരിട്ട് കാണണമെന്ന്. വൈകുന്നേരം ഷറഫ് തന്നെ പോയി സാറിനെ മീറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ. ശരി. കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നേരെ മറ്റൊന്നും പറയണ്ട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോവാം. കുറച്ചുകൂടെ ഡിസ്ക്ലോസ് ആയല്ലോ. ഓക്കെ. അലക്സ, എന്നാൽ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവിടെ നിന്ന് ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ ശങ്കർ, ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നു. ഐ വിൽ ചെക്ക് ദാറ്റ്. ഗുഡ് ഈവനിങ് സർ. ആ, സാറെത്തിയിട്ട് ഒരുപാട് നേരമായോ? ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. സോ കം ടു ദ പോയിന്റ്. ശങ്കർ, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. വക്കീലുമായി ബന്ധപ്പെട്ട പോസ്കോ കേസിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വിക്ടറിനെ കുറിച്ച് എനിക്കറിയാം. പണ്ട് ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഞങ്ങൾ തന്നെ അവനെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലാക്കുകയായിരുന്നു. ഇതെല്ലാം ശരിയാണ് സർ. ബട്ട് ഈ ക്രൈം സീനുമായി വിക്ടറിന് ഒരു ഡയറക്റ്റ് റിലേഷൻ എവിടെയും കാണാൻ കഴിയുന്നില്ല. സംതിങ് ഇസ് സ്റ്റിൽ ഫിഷി. വാട്ട് ഡു മീൻ? സർ, ലെറ്റ് മീ ഫ്രാങ്ക്. ഞങ്ങളുടെ ഫൈൻഡിങ്സ് വെച്ച് വിക്ടറിനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ദെൻ വൈ നോട്ട്? മാധവൻ നമ്പ്യാർ എന്ന എൻ്റെ പഴയ സുപ്പീരിയർ ഓഫീസറിൻ്റെ ലോയൽറ്റിയെക്കുറിച്ച് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ ഡീറ്റെയിൽഡ് കേസ് ഫയൽ സാറിൻ്റെ കൈകളിലാണ്. അത് പഠിച്ചിട്ട് നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സാറിന്. സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മീഡിയക്കാർ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ലോക്കൽ പോലീസുമാരുള്ള ഒരു ഈഗോ ക്ലാഷിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇനിയും കുറേ കാര്യങ്ങൾ റിവീൽ ആകാനുണ്ട്. അതാ അറസ്റ്റ് ചെയ്യാത്തത്.
അതെ സാർ, മിസ്സിംഗ് ആണ്. ഓക്കെ സാർ, ഓക്കെ. എന്തോ പറ്റി സാർ? ആ വിക്ടറിൻ്റെ കേസ് ആരോ മീഡിയയ്ക്ക് ഇൻഫോം ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ അറസ്റ്റ് ചെയ്യാതെ നോക്കിയിരിക്കുകയാണ് പോലും. ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്പ്യാർ സാർ ഇന്നലെ രാത്രി മരിച്ചു. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. സർ, കാര്യങ്ങളാകെ കൈവിട്ടു പോവുകയാണ്. വിക്ടറിനെ ഇനി ഇങ്ങനെ വിടാൻ കഴിയില്ല. എങ്ങനെയും ഇയാളെ കണ്ടെത്തിയേ കഴിയൂ. അതെ, അയാളിന് പുറത്തിരിക്കുന്ന അപകടമാണ്. ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഇൻഫോം ചെയ്യണം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വക്കീൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി വിക്ടർ മരിച്ച നിലയിൽ. കോളിളക്കം സൃഷ്ടിച്ച വക്കീൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി വിക്ടറിനെ അല്പം മുൻപ് വാളൂർ പള്ളി ശ്മശാനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ക്രിമിനൽ അഭിഭാഷകയായിരുന്ന നിഖിതയെയും സുഹൃത്ത് മേരിയെയും മൃഗീയമായി കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒളിവിലായിരുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതെ ഇരുട്ടിൽ തപ്പിയതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏറെ പഴികേട്ട കേസിനാണ് ഇതോടെ അവസാനമാകുന്നത്. ഈ കടൽ കണ്ടോ? പുറലോകം കാണേണ്ടത് മാത്രമേ അത് പുറത്ത് കാണൂ. അല്ലാത്തത് കടൽ ആഴങ്ങളിൽ കൂട്ടി ഒരിക്കലും പുറത്തു വരാം. ഈ കേസും ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. മീഡിയ സെൻസേഷൻ, ജനങ്ങളുടെ പ്രതിഷേധം, എന്തൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ CBCIDക്ക് പിടികൊടുക്കാതെ പ്രതി ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി. കുറേ നാളുകൂടി നമ്മുടെ കഴിവിനെ കുറിച്ച് ജനം പുച്ഛിച്ചറിഞ്ഞതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കടൽ പോലെ ശാന്തം. എനിക്ക് മനസ്സിലാകുന്നില്ല സാർ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇത് ഇവിടെ വെച്ച് നിർത്തണമെന്നാണോ? ഒരിക്കലും അല്ല ഷറഫ്. പക്ഷെ നമ്മൾ മൂവരുടെയും ഫൈൻഡിങ്സ് വെച്ച് എന്ത് കാട്ടാൻ? ഈ ക്രൈംസുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പഴുത് പോലും അവൻ ബാക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അവനെ പൊക്കി അകത്തിട്ടാൽ പോലും കോടതിയിലെത്തുമ്പോൾ ഒരു നോൺ വയലബിൾ ഒഫൻസ് പോലും ചാർജ് ചെയ്യപ്പെട്ടെന്ന് വരും. ഒടുവിൽ നമ്മുടെ മുഖത്ത് കാർക്കിച്ചു കുത്തി അവയിറങ്ങി നിൽക്കും. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പിന്നെയും വിട്ടി. എന്താണ് ഒരു വഴി? ആ പറയൂ, സംസാരിക്കാമെന്നോ? ഓക്കെ, ഞാൻ എത്തിക്കോളാം. ശരി. അങ്ങനെ പ്രതീക്ഷ പൂർണ്ണമായി കൈവിടേണ്ട സമയമായിട്ടില്ല സാർ. മറ്റു വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ കൊലപാതക പരമ്പര നടത്തുന്ന ഒരു കൊടും ക്രിമിനലിനെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ അവനിത് ആവർത്തിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് സാറേ? അങ്ങനെയായാൽ മറ്റെന്ത് ദുഷ്പേരുകളിൽ നിന്നും നാം രക്ഷപ്പെട്ടാലും നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുമോ സാർ? രവി എന്താ പറഞ്ഞത്? നമ്മൾ കേസ് ഏറ്റെടുത്തതിനു ശേഷം വക്കീലിൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു. വക്കീൽ താമസിച്ച വീടിൻ്റെ ഓണർ എന്തോ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത്. എനിക്കെന്തോ അതിലൊരു പന്തികേട് തോന്നി. ഞാൻ രവിയെ വിട്ട് ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു. അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ആയ ശേഷം അയാളിപ്പോൾ ഭാര്യയുടെ വീട്ടിലുണ്ട്. അയാളെ കണ്ടതിന് ശേഷമാണ് രവി വിളിച്ചത്. എൻ്റെ മനസ്സ് പറഞ്ഞു സാർ, അയാൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. അന്വേഷിച്ചപ്പോൾ എവി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നല്ല അടിപൊളി സ്ഥലമല്ലേ? നമ്പ്യാർ സാറിന് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. പലപ്പോഴും ഞങ്ങളോട് വരാറുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ നമ്പ്യാർ സാറിന്? എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കരുതിയിരുന്നത്. പറയാൻ കഥകൾ ഒരുപാട് ഉണ്ടാവുമല്ലേ എബി? പക്ഷെ നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? എന്തായാലും നമുക്ക് പറയിപ്പിച്ചാലല്ലേ പറ്റൂ. സന്ധ്യയായില്ലേ, നമുക്ക് പോയാലോ? വാടാ.
വിക്ടറുമായി എബിക്ക് എന്താണ് ബന്ധം? നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? ഓർമ്മ വെച്ച് ഇനി പറ, വിക്ടർ ഉൾപ്പെടെ ഈ 4 കൊലപാതകങ്ങളും നീ എന്തിനാണ് ചെയ്തത്? അതിൻ്റെ കാരണം നിന്റെ നാവിൽ തന്നെ ഞങ്ങൾക്കറിയാം. അനാഥനായതിൻ്റെ പേരിൽ കുഞ്ഞുനാൾ മുതൽ നിനക്ക് നേരിടേണ്ടി വന്ന അപമാനം, അത് നിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, സാന്ത്വനമായി വന്ന കുറേ കൂട്ടുകാർ, അവർ വച്ച് നീട്ടിയ ലഹരി, ഇതെല്ലാം ഒരു സമയത്ത് നിന്നെ നാശത്തിലേക്ക് നയിച്ചിരുന്നു. പക്ഷേ നമ്പ്യാർ സാർ നിന്നെ കണ്ടെത്തിയതിന് ശേഷം കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നും നമ്പ്യാർ സാർ നിന്നെ കൊണ്ടുവന്നതിന് ശേഷം നിന്റെ വിദ്യാഭ്യാസം, ലണ്ടനിലെ നിന്റെ റിസർച്ച്, ഇതിലെല്ലാം ഒരു എക്സ്ട്രാ ജീനിയസിനാണ് ഞങ്ങൾ കണ്ടത്. ഇനി പറയൂ ബി, എവിടെയാണ് നിനക്ക് തെറ്റിയത്? നിങ്ങളുടെ ഈ നിസ്സാരമായി പറഞ്ഞു കളഞ്ഞ അനാഥത്വം, അപമാനം, അതെല്ലാം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ്, അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ഓർഫണേജ് വെച്ച് എനിക്കൊരു ആശ്വാസമായിരുന്നു വിക്ടർ. ഇനി മറ്റു വഴികളൊന്നുമില്ല, നീ പറഞ്ഞേ പറ്റൂ. അമ്മ അമ്മ ഇതെനിക്ക് വേണം അമ്മ. അവിടെ കൊണ്ടുപോയിക്കടാ, ആവശ്യത്തിന് വാങ്ങി തരുന്നുണ്ടല്ലോ. ശരി. ഞാൻ ആരെന്ന് വിചാരിച്ചേട്ടാ നിന്റെ അഭ്യാസം? നിന്റെ പുള്ളുള്ളവന്മാരുടെയൊക്കെ സോക്കിയോടെ എനിക്കറിയാം. നാറി. ഇവിടെ ഷോപ്പിംഗ് വേണ്ട, ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വാ. അമ്മ എൻ്റെ മുട്ടായി. ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ കിട്ടും. ഞാനും അമ്മയും മാത്രം വന്നാൽ മതിയായിരുന്നു. കൗണ്ടർ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലേ? നോക്കിക്കാതെ വണ്ടി എടുക്കണം. ഓരോരുത്തർ മതി വന്ന് കേൾക്കോളൂ. മനുഷ്യന്റെ മൂട് കളയാൻ ആവശ്യങ്ങൾ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവിടെ എനിക്ക് കൊല്ലണം. അതിനുള്ള സ്കെച്ച് ഞാനിട്ടോളാം. നടക്കൂ. എവിടെ പോയി കിടക്കാണ്? വിശന്നിട്ട് കണ്ണോണം വയ്യ. ഇവനെ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞു. നിനക്ക് ആരെ കണ്ടാലും തല്ലാൻ തോന്നുമല്ലേ? നിനക്ക് ഇപ്പം എന്നെ തല്ലണ്ടേ? തല്ലടി, തല്ല്. അറിവായ കാലം മുതൽ അനുഭവിക്കുന്ന അപമാനമാണ് ഇപ്പം നീ. നികിതേ, നികിതാ, 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 ഇടി എന്ത് പറ്റി? നികിതാ, മുമ്പ് വിക്ടർ ശിക്ഷിക്കപ്പെട്ടൊരു പോക്സോ കേസിൻ്റെ എതിർഭാഗം വക്കീൽ ഇവരായിരുന്നു. അന്ന് നിരപരാധിയായ അവൻ്റെ ഭാഗമൊന്നും കോടതി കേട്ടില്ല. ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷം വിക്ടറുമായി നിനക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് നമ്പ്യാർ സാറിന് അറിയാമായിരുന്നു? അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ നമ്പ്യാർ സാറിൻ്റെ വീട്ടിൽ വന്നത് കേസിൻ്റെ കാര്യത്തിനല്ലായിരുന്നു, പകരം നിന്നെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. നീയും വിക്ടറുമായുള്ള ബന്ധം അത് ഞങ്ങൾക്കറിയണമായിരുന്നു. ഈ കുഗ്രാമത്തിൽ ലണ്ടനിൽ നിന്ന് വന്ന ഒരു കൊറിയർ ബോക്സ് നിന്റെ വേസ്റ്റ് ബിന്നെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിനടുത്ത് സൂക്ഷിച്ചു വെച്ചതാ, അത് നിന്നിലേക്ക് എത്തിച്ചു. ഷറഫ് തന്ന ഇൻഫർമേഷൻസ് വെച്ച് ഞാൻ നേരെ പോയത് നിന്റെ ഇമെയിൽ, ഗൂഗിൾ ലിസ്റ്റ് എന്നിവയിലൊക്കെ ആയിരുന്നു. നിന്റെ ലണ്ടൻ കണക്ഷൻസ് വെച്ച് നീ ഡെവലപ്പ് ചെയ്തെടുത്ത ഡ്രെഡ്ഫുൾ മെഡിസിൻ, ഒരു ഓട്ടോപ്സിക്കും കണ്ടെത്താൻ കഴിയാത്ത ആ അത്ഭുതക്കൂട്ട്, അതിനുപയോഗിച്ച ഇൻഗ്രീഡിയൻസ്, തുറന്നു പറയബി, നീ അതുപയോഗിച്ചില്ലേ നമ്പ്യാർ സാറിനെ കൊന്നത്? ഈ കേസ് ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണല്ലോ. വിക്ടറിലൊന്നും ഇത് നിൽക്കില്ല.
നീയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. പക്ഷേ ഈ ആരോഗ്യം നോക്കാതെയുള്ള സ്ട്രെയിൻ അത്ര നല്ലതൊന്നുമല്ല. മരുന്നും മുടങ്ങുന്നുണ്ടോ? ഇപ്പം തന്നെ ഇൻസുലിൻ എടുക്കേണ്ട ടൈമും കഴിഞ്ഞു. നിനക്കെപ്പോഴും വിക്ടറുമായി ബന്ധമുണ്ടല്ലേ? ഞാനത് അറിഞ്ഞിരുന്നില്ല. എന്നാ പിന്നെ സാറ് കിടന്ന് ഉറങ്ങാൻ നോക്കും. വാ. ഗുഡ് ബൈ സാർ. പിന്നെ വിക്ടർ, അവനെ നീ തീർത്തല്ലേ? തന്തയും തള്ളയില്ലാത്ത നമ്മളെ ജീവിക്കാൻ ഒരു തെണ്ടി സമ്മതിക്കലടാ. എനിക്ക് മടുത്തടാ ഈ മുടിഞ്ഞ ജീവിതം. ആ CBC എഴുതിക്കാർ ചില്ലറക്കാരൊന്നുമല്ല. അവരിതിൻ്റെ അടിവേര് വരെ തോണ്ടിക്കഴിഞ്ഞു. എപ്പോഴായാലും നമ്മളകത്താ. വീണ്ടും പഴയതുപോലെ. നമുക്കെങ്ങോട്ടെങ്കിലും പോയാലോ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഡാ, നിനക്കിനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്കില്ല. അനാഥാലയത്തിലേക്ക് ഈറപ്പായൽ കിടന്നുറങ്ങിയ കാലം മുതൽ എനിക്ക് നീയും നിനക്ക് ഞാനുമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നീയില്ലാത്ത ഈ ലോകത്ത് പിന്നെ ഞാനെന്തിനാ? പക്ഷേ ചാവാൻ ഞാൻ ഒറ്റയ്ക്ക് പോവാം. എനിക്കെൻ്റെ മമ്മയുടെ മടിയിൽ കിടന്നു മരിക്കണം. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ 1-2 ദിവസം ജയിലിലടയ്ക്കാൻ സാധിച്ചേക്കാം. അല്ലാതെ ഒരു കോടതിയിലും നിങ്ങൾക്കിത് തെളിയിക്കാൻ കഴിയില്ല. എബി, നീ ഞങ്ങളെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ലോക്കൽ പോലീസ് ഞങ്ങൾക്ക് തന്ന ചാക്കോ എന്നൊരു സാധാ മോഷ്ടാവിൽ നിന്നും ഇൻ്റലക്ച്വൽ ക്രിമിനലായ നിന്നിലേക്ക് ഞങ്ങൾ എത്തണമെങ്കിൽ ഞങ്ങളുടെ കണ്ടെത്തലുകൾ എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കുമെന്ന് നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും ദിവസം ഞങ്ങൾ അലട്ടിയ ഒരു ചോദ്യവും നീ പറഞ്ഞ പഴുതി തന്നെയായിരുന്നു. നേഴ്സിംഗ് കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം അടുത്തുവെങ്കിലും ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മേരിയുടെ കുടുംബജീവിതം തകർന്നുപോയി. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിറ്റിയിൽ വെച്ച് ഞങ്ങൾ പിന്നെയും കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു? എന്തുകൊണ്ടോ ഞാനിതെല്ലാം ആനയോട് മറച്ചു വെച്ചു. എന്നിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ അവർക്ക് താമസവും തരപ്പെടുത്തി അല്ലേ? ആ, അത് മാത്രമല്ല, മറ്റാരും അറിയാതെ ഞങ്ങൾ അവിടെ വെച്ച് കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം, ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല മേരി. സന്തോഷത്തിനും ദുഃഖത്തിനും ഇടയ്ക്കൊന്നുണ്ട് റോയ് യാഥാർത്ഥ്യം. മേരി, ഞാനത് തിരിച്ചറിയുന്നുണ്ട് റോയ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ ഞാനൊന്ന് സ്വയം മറന്നുപോയി. പക്ഷേ മേരി, എനിക്കതിന് സാധിക്കുന്നില്ല. സാധിച്ചേ മതിയാവൂ. എനിക്കറിയാം ആനിയും മക്കളെയും റോയ് എത്രത്തോളം സ്നേഹിക്കുന്നെന്ന്. ക്ഷണിക്കപ്പെടാത്ത ഒരാൾ വന്നതാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. എന്നാൽ ആനിക്ക് ആകതി ഉണ്ടാവാൻ പാടില്ല. പക്ഷേ മേരി, മോനെ ചേട്ടൻ വന്ന നാട്ടിലേക്ക് കൊണ്ടുപോയി. ഞാനും അങ്ങോട്ടേക്ക് മാറുകയാണ്. നികിതയ്ക്ക് ഈ ബന്ധം അറിയില്ല. അറിഞ്ഞാലും അവളങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല.
എനിക്കറിയില്ല മേരി. സമയം ഒരുപാട് വൈകി. ഓക്കെ റോയ്. നികിതേ, നികിത, ചുരുളറിയാത്ത കേസുകളുടെ ഉത്തരം കണ്ടെത്തിയ നമ്പ്യാർ സാറിൻ്റെ കൊലപാതകം ഒരു സ്വാഭാവിക മരണമായി രേഖപ്പെടുത്തുവാൻ കാലത്തിന് കഴിയില്ലേ ബി? There is a magical key behind every crime and we got it. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ഐ വിറ്റ്നസ്. അയാൾക്കുണ്ടായ കുറ്റബോധം നിന്നെ കുടുക്കിയ ബി. ഉണ്ടാക്കിയ തന്തയ്ക്ക് വേണ്ട, തള്ളയും ചത്തുലഞ്ഞ് പറയുന്ന ജോലിയും ചെയ്യില്ല എന്ന് വെച്ചാ. എബിയുടെയും വിക്ടറിൻ്റെയും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഏകാന്തതയുടെ അനന്തപാതകളിൽ സോനുവിനെ പോലുള്ളവരിലൂടെ അത് പകർത്തിയെഴുതപ്പെടും.